അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള കടകൾ. നിറയെ പച്ചക്കറി, ഫ്രൂട്ട്സ്. നേരെ വീടിൻ്റെ താഴെ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാം താഴെ കിട്ടും. പിന്നെ അപ്പുറത്തെ ഒരു ജ്വല്ലറി കടയുണ്ട്. ഫ്രൂട്ട്സ്, പച്ചക്കറി എല്ലാം എന്ത് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ താഴെയുള്ള ഭാഗം. ഞാനൊരു പ്രസൻറ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇനി കടയിൽ ചെന്നിട്ട് കാണാം വിശേഷം. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഈ വഴി കൂടി പോവാം. ഈ വഴി കൂടെ അവിടുന്ന് മെയിൻ ഗേറ്റ്. ഇവിടെ താഴെ കിരാന അതൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ജ്വല്ലറി ഷോപ്പുണ്ട്. പിന്നെ താഴെ 2 കിരാന കടയുണ്ട്. ഏറ്റവും അറ്റത്ത് ദൂതിൻ്റെ കടയാണ്, മിൽക്കിൻ്റെ കട. ഇവിടെ പാല്, ഉരുളക്കിഴങ്ങ് എല്ലാം കിട്ടും കിരാന. ഇത് ഒരു കാറ് കിടക്കുന്ന കാറിൻ്റെ, ഒരു കറുത്ത കാറ്. ആ ഭാഗത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വന്ന എൻ്റെ വീടായിരുന്നു അത്. ഈ വഴിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി, ഇവിടെ നിന്ന് കയറി ഇവിടേക്ക് എത്തി. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കുകളുടെ കട ഒക്കെയുണ്ട്. ഇന്ന് കയറിയിട്ടൊന്ന് ചോദിച്ച് നോക്കാം എന്താണ് കിട്ടാന്നുള്ളത്. സ്ഥലവിയ 6 സ്ഥലവിയ. അപ്പം ഇനി ഞാൻ നോക്കട്ടെ കേട്ടോ പിള്ളേരുടെ ഡ്രസ്സ്. ഇനി അവരൊക്കെ എല്ലാം വിടർത്തിയിട്ട് തരുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. വയ്ക്കുന്നു 2 കളറ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. യെല്ലോ കളറ്, ഈ ബ്ലൂ കളറ്, പിന്നെ യെല്ലോ കളറ്. 2 കൂടി ഒരു 500 ഇടയ്ക്ക് വരും. നോക്കട്ടെ. ഗിഫ്റ്റ് പേപ്പർ പൊതിയാനായിട്ട് തൊട്ടടുത്തുള്ളൊരു കടയിൽ വന്ന് ഗിഫ്റ്റ് പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് ഇനി അത് എഴുതട്ടെ. ഞാൻ കോൽക്ക് ചെയ്തോ. ഇനി എഴുതട്ടെ കേട്ടോ. പേരൊക്കെ എഴുതി ഇനി ഞാൻ വീട്ടിലേക്ക് ഇനി കൊണ്ടുപോവാം. ഇതൊക്കെയാണ് സ്റ്റേജ്. കൊച്ചിൻ്റെ നാമകരണം. ഇതാണ് സ്റ്റേജ് കേട്ടോ. എല്ലാവരും ഇവിടെ പണിയെടുക്കണം, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇവിടെ തന്നെയല്ലേ. അപ്പം ഇതന്നെയാണ് ഞാനിവിടെ താമസിക്കുന്നത്, ഇതിൻ്റെ മുകളിൽ. വേഗം കഴിക്കും. അപ്പോൾ പോണേക്കാളും മുന്നേ ചേച്ചിക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു. ഒരു 6 കാലിട്ടുണ്ട്. 5, 6. അതൊക്കെ നിമിഷ നേരം കൊണ്ടാവും കഴിച്ച് കഴിക്കും. കാരണം ഇനി വന്നു കഴിഞ്ഞാൽ ഇനി നേരം വൈകിയാലോ. താഴെ നിങ്ങൾ പാട്ട് കേൾക്കുന്നില്ലേ, കുതിങ്ങനെ. ഞാൻ കഴിച്ചോ കേട്ടോ. ചേച്ചി കഴിച്ചോ. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ പോവാണ്. എന്താ പറയുക, നെയ്മിങ് സെറമണി, അതായത് നാമകരണം എന്നൊക്കെ പറയും ഇവിടെ. അതിന് പോവാണ്. ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഒന്നുമില്ല, ഒരു പഴയ ഡ്രസ്സാണ് അതാണ് ഇട്ടിരിക്കുന്നത്. ഡാഡില്ല, അരുണില്ല, എന്നെ ആരുമില്ല. ഞാൻ തന്നെയാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കലും ഞാൻ തന്നെ പോകണം. ഡാഡി കടയിൽ പോയി, ഈസിയായി, പരിപാടി കഴിഞ്ഞു. ചേച്ചീനെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചേച്ചീനെ അവിടേക്ക് കൊണ്ടുപോയി പിന്നെ അറിയാലോ, ആകെ അവിടെ മുഴുവൻ പോരാക്കും. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിച്ചു തരാം.
മലേഷ്യനാണ് കേട്ടോ. 10-26 ഞങ്ങൾ 2001 വന്ന ആ സമയത്ത് തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ്. 10-26 വർഷത്തെ പഴക്കമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താ പാട്ട് കേൾക്കണ്ടേ ഇപ്പോൾ നിങ്ങൾ? ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാം. ये पिऊला घे. हाँ कढीवर घे. हाँ तीच गोल्डन वाली. हाँ 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 खेच खेच हळू खेच. ये नाव बोला. जोरात जोरात. हो शेअर मी डायरेक्ट आयत्या MB वर राहायचं याला नाही ना असं. ധനുഷ് എന്നാണ് പേരിട്ടിരിക്കണത്. ധനുഷ്. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പോലെ അങ്ങനെയുള്ള പേരല്ല. ഒരു ജ്യോതിഷി പറയും ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരിടണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പേരാണ് അവരിട്ടിരിക്കുന്നത്. ഇപ്പോൾ കെ വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ കെ വെച്ചിട്ടെടുക്കും. ദാ വെച്ചിട്ടെടുക്കും. ധനുഷ്. അപ്പോൾ അവർ പേരൊക്കെ ഇട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണം. ചടങ്ങിന് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുങ്കുമം തൊട്ട് കൊടുക്കും. കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുങ്കുമം ഇട്ട് കൊടുക്കും. തിരിച്ചിട്ട് കൊടുക്കും അവർ.
ഓരോരുത്തരായിട്ട് വന്നതുപോലെ കുങ്കുമം ഇട്ട് കൊടുക്കും. ഞങ്ങളുടെ വാച്ച്മാൻ്റെ മോനാണ് കേട്ടോ, ഭയങ്കര കുറുമ്പനാണ്. ഇതെൻ്റെ വൈഫാണ്. നല്ല ഭംഗിയില്ലേ? ആയി ഇങ്ങനെ പൂവ് കൊടുക്കണം. എനിക്കും കിട്ടി, ഇങ്ങനത്തെ പൂവ് കിട്ടി, ജാസ്മിൻ്റെ പൂവ് കിട്ടി, മോതിര. പിന്നെ ഇത് തലയിൽ വെക്കണം. ആ കുട്ടിയുടെ അനീതിയാണ് കേട്ടോ കൊച്ചിനെ പിടിച്ച് നിൽക്കുന്നത്. അമ്മയും അതിൻ്റെ അനീതി കുട്ടി. ഇതാണ് കേട്ടോ അമ്മാനപ്പൻ ടാക്കൂര്. അമ്മാനപ്പൻ അമ്മായിമ്മയാണ് നിൽക്കുന്നത്. ഇതാ കുട്ടിയുടെ അമ്മയപ്പനാന്ന് തോന്നുന്നു, അറിയില്ല. എന്തൊക്കെയാണ് കാണിച്ചു തരിക.
പിക്കിളാകുന്നുണ്ട്. പിന്നെ എന്തിട്ടാണ് മട്ടൺ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ റൈസാന്ന് തോന്നുന്നത്, പാപ്പഡ്, ബാക്രി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതെന്തോ ദാലാണ് തോന്നുന്നത്, ദാല്, ഇത് മട്ടൺ, ये भी चावल राइस है, ये रोटी है, बकरी नहीं, बकरी है ना? हाँ बकरी। हाँ अच्छा, आगे भी है। एक मिनट, पानी सब रखा है। ये देखो, ग्रेवी क्या है? चिकन, मटन है। मटन मीट नहीं खाते हैं। अच्छा, ये चिकन है। ओ चिकन, इतना अच्छा मसाला है। लो, ये पापड़ है, राइस है। ओके, ये वो उसका मतलब കുട്ടിയുടെ അപ്പൻ്റെ അനിയനാണിത്. ഇത് ജയേഷല്ല, സുജിത്തല്ലേ? ജയേഷ് क्या? अच्छा जयेश है. ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ചിക്കൻ അപ്പോൾ എനിക്ക് ജയേഷാണ് വിളമ്പി തരുന്നത്. ചിക്കൻ വിളമ്പി തരാണ് ജയേഷ്. ചിക്കൻ थोड़ा थोड़ा तो बस 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 ചിക്കനും ബാക്കറിയും വിളമ്പി കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ പോവാണ്. ഇനി സബ്ജി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്.
വെൽക്കല്ലേ. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു. ഇത് കണ്ട പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. വയറൊക്കെ നല്ല ഫുൾ ഷാട്ടിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പൂവൊക്കെ വെച്ച് രാത്രി എനിക്കധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.